രാത്രി 11 മണിയോടെ പെട്രോൾ പമ്പിൽ കാറുമായി ഇന്ധനമടിക്കാൻ ചെല്ലുന്നു. ഇന്ധനം നിറച്ച ശേഷം ടോയ്ലറ്റ് എവിടെ എന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരോട് ചോദിക്കുന്നു. ഒരു രക്ഷയുമില്ല, പമ്പിലെ ടോയ്ലറ്റിൻ്റെ താക്കോൽ ഇല്ല എന്ന് ജീവനക്കാരുടെ മറുപടി. അത്രയും മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. കാറിലെത്തിയ വനിതയെ ജീവനക്കാർ പരിഹസിക്കുകയും ചെയ്തു. പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി അധ്യാപിക CS ജയകുമാരി തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. പോലീസിനെ ഫോൺ വിളിച്ചു. പോലീസ് പെട്രോൾ പമ്പിലെത്തി ടോയ്ലറ്റ് ചവിട്ടി തുറന്നു. ഞാൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയപ്പോഴത് പൂട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടു. അവിടെ വന്ന് പമ്പിലെ ജീവനക്കാരനോട് അതിൻ്റെ താക്കോൽ ആവശ്യപ്പെട്ടു. അത് താക്കോൽ മാനേജറുടെ കയ്യിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. 3 മണി തൊട്ട് ഞാൻ യാത്ര ചെയ്യാണ്, കാസർഗോഡ് നിന്ന് വരികയാണ്. ഇനി അടുത്ത പമ്പ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, രാത്രിയാണ്, എനിക്ക് പോയേ പറ്റൂ, അത്ര അവസ്ഥയിലാണ് നമ്മളൊരു ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോഴവർ തരാൻ പറ്റത്തില്ല, താക്കോലില്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പരുഷമായിട്ട് പറഞ്ഞു. പിന്നീട് അതിനുശേഷം അവർ അധിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൂടുതലുണ്ട് അവിടെ പ്രദർശിപ്പിച്ചിരുന്ന നമ്പറുകളിലേക്ക്, അതിൻ്റെ ഡീലറിൻ്റെ നമ്പർ, മാനേജറുടെ നമ്പർ, ഇവരുടെ നമ്പറുകളിലേക്കെല്ലാം ഞാൻ വിളിച്ചു. അവരാരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഇല്ല. അപ്പോൾ ഈ ഓരോരുത്തരെ വിളിക്കുമ്പോഴും ഇവരുടെ പരിഹാസം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ജീവനക്കാർ 4-5 പേര് കാണും. എത്ര കറക്റ്റ് എണ്ണം ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും 4-5 പേരുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ, കുട്ടികളൊക്കെയാണ് പെട്രോൾ പമ്പിൽ നിൽക്കുന്നത്. സ്ത്രീ ജീവനക്കാരില്ലായിരുന്നു അതിന്. അപ്പം നമുക്ക് അവരോട് ഇങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. അവരപ്പോൾ ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ തീരുന്ന വിഷയമേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ നമുക്കത് മാഡം 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി അടുത്ത പമ്പുണ്ടെന്ന് പറഞ്ഞു തരുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ വളരെ മോശമായ പെരുമാറ്റമായിരുന്നു. പോലീസ് വന്നു. അവർ പമ്പിലെ ജീവനക്കാരോട് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. പോലീസിനോട് ഇത് തന്നെയാണ് പറഞ്ഞത്, താക്കോലില്ല, താക്കോല് മാനേജറുടെ കയ്യിലാണെന്ന് പറഞ്ഞു. പിന്നീട് പോലീസ് ചവിട്ടിപ്പൊളിക്കുകയാണ് ചെയ്തത്. കോഴിക്കോട് പയ്യോളിയിലെ പെട്രോൾ പമ്പിലാണ് ജയകുമാരിക്ക് ദുരനുഭവം ഉണ്ടായത്. നാട്ടിലെത്തിയ ഉടൻ പെട്രോൾ പമ്പ് ഉടമയ്ക്കെതിരെ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഹർജി നൽകി. കമ്മീഷനിൽ അഭിഭാഷകന്റെ സഹായമില്ലാതെ സ്വന്തമായാണ് ജയകുമാരി പെട്രോൾ പമ്പ് ഉടമയ്ക്കെതിരെ വാദിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിരുന്ന സമയത്ത് തന്നെ ഒരുപാട് വാഹനങ്ങളും സ്ത്രീകളും അവിടെ വന്ന് ടോയ്ലറ്റിലേക്ക് പോകും, അടച്ചിട്ടിരിക്കുകയാണെന്നുണ്ട്. അവർ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ നമുക്കങ്ങനെ തിരിച്ച് വാഹനത്തിൽ പോകാനുള്ള ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളവിടെ നിന്നത്. ഒരു പക്ഷേ സാധാരണ ഞാനായിരുന്നെങ്കിലും അത്രയും അർജൻസി ഇല്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് അടുത്തടുത്തേക്ക് പോയേനെയായിരുന്നു. ഒട്ടും പോകാൻ പറ്റാത്തൊരു ശാരീരിക അവസ്ഥ ആയതുകൊണ്ടാണ് അവിടെ തന്നെ അങ്ങ് നിന്നത്. എനിക്ക് വക്കീലില്ലായിരുന്നു, ഞാൻ തനിയാണ് ഓരോ പ്രാവശ്യം പോയത്. അപ്പോൾ എനിക്ക് കോടതി നടപടികളെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ധാരണയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇന്നതാണെന്ന് ജഡ്ജി പറയുമ്പോൾ എന്താണതെന്ന് അവിടെ തന്നെ ചോദിച്ച് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് വന്ന് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായി തയ്യാറാക്കി ഞാൻ തന്നെ അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. എല്ലാ വനിതകൾക്കും വേണ്ടിയാണ് താൻ നിയമപോരാട്ടം നടത്തിയത്. ടോയ്ലറ്റ് തുറന്നു തന്നില്ല എന്നതിലുപരി പെട്രോൾ പമ്പ് ജീവനക്കാരുടെ പരിഹാസത്തോടെയുള്ള പെരുമാറ്റമാണ് തന്നെ നിയമപോരാട്ടത്തിന് പ്രേരിപ്പിച്ചതെന്ന് ജയകുമാരി പറഞ്ഞു. 1,65,000 രൂപ ജയകുമാരിക്ക് പെട്രോൾ പമ്പ് ഉടമ നഷ്ടപരിഹാരം നൽകാനാണ് പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധിച്ചത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.